ചോദിക്കാനുള്ള മറ്റൊരു ചോദ്യം, നമ്മുടെ MA വർഗീസ് എന്ന് പറയുന്ന പാസ്റ്റർ, ബാംഗ്ലൂരിലുള്ള ദേവദാസൻ, അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ ദേവദാസൻ, അദ്ദേഹം ഈ അടുത്ത ദിവസം പരസ്യയോഗത്തെക്കുറിച്ചൊരു പ്രസ്താവന നടത്തി. ഒരുപക്ഷെ അടുത്ത കാലത്ത് നടത്തിയതാണോ പഴയ വീഡിയോ ആണോ എന്ന് എനിക്കറിയില്ല. എങ്കിലും അദ്ദേഹം പറയുന്നത്, പരസ്യയോഗം നടത്തിയാൽ ഒരാളുടെ, ഒരു പാസ്റ്ററുടെ ജീവിതത്തിൽ അങ്ങേയറ്റം പോയാൽ 1000 പേരെ കർത്താവിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞേക്കും. അത് മറ്റൊരു ജോലിയുമില്ല, വളരെ അവഹേളന രീതിയിലുള്ളൊരു പ്രസ്താവനയാണ് അദ്ദേഹം നടത്തിയത്. പക്ഷെ ഞാൻ എൻ്റെ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. അപ്പം ഞാനും പരസ്യയോഗങ്ങൾക്ക് ഒരുപാട് പ്രസംഗിച്ചിട്ടുള്ള ആളാണ്, ഇപ്പോഴും പ്രസംഗിക്കുന്ന ആളാണ്. ഞാനൊരു പരസ്യയോഗ പ്രസംഗനാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കർത്താവ് വന്നിട്ടുള്ള അറിവനുസരിച്ച് ഞാൻ കേരളത്തിൽ പല സ്ഥലങ്ങളിലും പ്രസംഗിച്ചിട്ടുണ്ട്, പല സംസ്ഥാനങ്ങളിൽ, ആന്ധ്രാപ്രദേശിൽ പ്രസംഗിക്കുന്നുണ്ട്. അത് കേട്ടപ്പോൾ ഞാനടക്കമുള്ളവർക്ക് വലിയ വേദന തോന്നി. കാരണം നമുക്കെല്ലാവർക്കും ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളല്ലേ നമ്മൾ കർത്താവിന് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം എനിക്ക് വലിയ ക്രൂസൈഡ് നടത്താൻ കഴിയില്ല. 10,000-ങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് കോടികൾ മുടക്കി ഇന്ന് പലരും ഇപ്പം സാറിൻ്റെ അടുത്ത തങ്കു ബ്രദറൊക്കെ നടത്തുന്ന പോലുള്ള ക്രൂസൈഡിൽ നമുക്ക് നടത്താൻ കഴിയില്ല. അപ്പം എന്നെ സംബന്ധിച്ച് ഞാനിവിടുത്തെ ട്രൈബൽ വിഭാഗങ്ങളുടെ ഇടയിൽ, പാവപ്പെട്ടവരുടെ ഇടയിൽ പ്രവർത്തിക്കുന്നു. എൻ്റെ കയ്യിൽ ഫണ്ടുകളില്ല, എനിക്കാരും തന്ന് സഹായിക്കാനില്ല. അപ്പം എന്നാൽ കഴിയുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നു. അപ്പോൾ ഒരു പാസ്റ്റർക്ക് പരസ്യയോഗം നടത്താനാണ് താല്പര്യമെങ്കിൽ അതാണ് അദ്ദേഹത്തിന് മാനസികമായിട്ടും കിട്ടുന്ന ഒരു സന്തോഷം, ആത്മാക്കളെ സുവിശേഷം അറിയത്തുള്ളൂ. അതിനെ എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഒരു അറ്റാക്ക് അതിനെതിരെ നടത്തുന്നത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരാശയം വളരെ ബുദ്ധിശൂന്യമായ, മറ്റുള്ളവൻ്റെ മനസ്സിനെ വേദനിപ്പിക്കുന്ന ഒരു ചോദ്യമല്ലേ, ഒരു പ്രസ്താവനയല്ലേ അത്? ഇത്രയും സീനിയർ ആയിട്ടുള്ളൊരു പാസ്റ്റർ, അദ്ദേഹം അത് പറയാൻ പറ്റുന്നതാണോ? ഈ MA വർഗീസ് പാസ്റ്ററിന് ഒരുപാട് ശത്രുക്കളുണ്ട്. അത് പെന്തക്കോസ് പാസ്റ്റർമാരാണ്. എന്താ കാരണം എന്ന് ചോദിച്ചാൽ, MA വർഗീസ് പാസ്റ്റർക്ക് ഇപ്പോൾ ഏതാണ്ട് ഒരു 80 വയസ്സ് പ്രായമുണ്ട്. അദ്ദേഹത്തിൻ്റെ നല്ല പ്രായത്തിൽ തന്നെ അദ്ദേഹം ഒരു സുവിശേഷ പ്രവർത്തകനായി ബാംഗ്ലൂർ വന്ന് ഒരുപാട് കഷ്ടപ്പെട്ടു. പല സ്ഥലങ്ങളിലും നടന്ന് പ്രവർത്തിച്ച് ഇന്ന് കാണുന്ന MA വർഗീസ് പാസ്റ്റർ അല്ല. അന്ന് ഓരോ വീടുകൾ കയറി ഇറങ്ങി സുവിശേഷ വേല ചെയ്ത ഒരു MA വർഗീസ് പാസ്റ്ററാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പ്രവർത്തന ഫലമായി ഇന്ന് ബാംഗ്ലൂരിൽ 12 ഭാഷകളിൽ ആരാധനയുണ്ട്, സഭകളുണ്ട്. ഇംഗ്ലീഷ് വർഷിപ്പിൽ 4 ആരാധനയുണ്ട് ഒരു ദിവസം. ഞാനതിൽ പങ്കെടുത്തതാണ്. അത് ഏതാണ്ട് ഒരു 3000 പേര് ഇരിക്കാവുന്ന ഒരു ഹാളിലാണ്. അപ്പോൾ അങ്ങനെ 4 ആരാധനയുണ്ട്. മലയാളികൾക്ക് വേണ്ടി വേറെ പ്രാർത്ഥനയുണ്ട്, തമിഴ് ആളുകൾക്ക് വേണ്ടി, ഹിന്ദിക്കാർക്ക് വേണ്ടിയൊക്കെ ഉണ്ട്. സ്വാഭാവികമായും MA വർഗീസ് പാസ്റ്റർമാർക്ക് അസൂയ ഉണ്ടാവും. കാരണം അവിടെ വരുന്ന ആളുകളെല്ലാം വൻ ടീമുകളാണ്, IT മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളാണ്. ഞാൻ എണ്ണി നോക്കിക്കഴിഞ്ഞാൽ ഒരു 50 വണ്ടിയെങ്കിലും ബെൻസ് കാറും BMW എല്ലാം ആയിട്ട് കാണും. ഇവർ ദശാംശം ഇടുന്ന 3000, 4000, 5000 രൂപയാണ്. അപ്പോൾ ഇങ്ങനെ വലിയ ഒരു സഭയുടെ ഒരു നേതാവും ഒക്കെ ആയ MA വർഗീസ് പാസ്റ്ററോട് സ്വാഭാവികമായി പെന്തക്കോസ് പാസ്റ്റർമാർക്ക് ഒരു അസൂയ ഉണ്ട്. ഒന്നാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന്, ഇദ്ദേഹത്തിൻ്റെ വായിൽ നിന്നൊരു വാക്ക് വീണ് കിട്ടാൻ വേണ്ടി ആളുകൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ വന്നപ്പോഴാണ് നമ്മളിപ്പോൾ 2 മണിക്കൂറോളം വീഡിയോ ചെയ്തു. എൻ്റെ ഈ വീഡിയോയ്ക്കകത്ത് ചിലപ്പോൾ എന്നെ വിമർശിക്കാവുന്ന ചില ഘടകങ്ങൾ കാണാൻ സാധ്യതയുണ്ട്. അത് മാത്രം കട്ട് ചെയ്തെടുത്ത് ചിലപ്പോൾ വീഡിയോ ചെയ്യാൻ പറ്റും. ഞാൻ ഞാൻ പറഞ്ഞത്, ഞാൻ വലിയ പ്രശസ്തനല്ലാത്തതുകൊണ്ട് എന്നെക്കുറിച്ച് വിമർശനം വരില്ല. എങ്കിൽ MA വർഗീസ് പാസ്റ്ററോട് ഒരു അസൂയ നിലനിൽക്കുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ. കാരണം അദ്ദേഹത്തിന് കോടിക്കണക്കിന് രൂപയുടെ ആസ്തി ഉണ്ട് എന്നും, ബാംഗ്ലൂർ ടൗണിൽ അദ്ദേഹം ഇത്ര ഏക്കർ സ്ഥലം മേടിച്ചിട്ടുണ്ട് എന്നും, അദ്ദേഹത്തിന് ഇത്രമാത്രം വിശ്വാസികളും സമൂഹം ഉണ്ടെന്നുള്ളത് പെന്തക്കോസ് പാസ്റ്റർമാർക്ക് അറിയാവുന്നതുകൊണ്ടും, വളരെ ദീർഘമായിട്ട് ഇവർ പരിശ്രമിച്ചിട്ടും അവരുടെ സഭയിൽ 50 പേരെ പോലും തികച്ചെടുക്കാനില്ല എന്നുള്ളത് അവർക്ക് ബോധ്യമായതുകൊണ്ടും ആണ് ഈ MA വർഗീസ് പാസ്റ്ററോട് ഇവർക്ക് അസൂയുള്ളത് എന്ന് പറഞ്ഞ. MA വർഗീസ് പാസ്റ്ററുടെ അത്രയും പ്രായമുള്ള ഒരു സുവിശേഷകന് നാട്ടിൽ 10 വിശ്വാസി പോലും ഇല്ല. അതുമാത്രമല്ല, ഇദ്ദേഹത്തെ വിമർശിച്ച് രംഗത്ത് അവർക്കൊന്നും 10 വിശ്വാസി പോയിട്ട് 15 വിശ്വാസി പോലും ഇല്ല. ഭാര്യയും ഭർത്താവും 2 മക്കളും ഉള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ MA വർഗീസ് പാസ്റ്ററോട് ഒരു അസൂയ ഇവർക്ക് ഉണ്ടാകും. ഇല്ലേ? ഉണ്ടാകൂലേ? ഉണ്ടാകും. അപ്പോൾ ആ ഒരു അസൂയയുടെ പരിണിത ഫലമാണ് ഈ സംഭവിച്ചത്. അല്ലാതെ പാടില്ല, പക്ഷെ ഉണ്ടാവും. MA വർഗീസ് പാസ്റ്റർ പറഞ്ഞ ആ വാക്കിനോടുള്ള പ്രതികരണമല്ല, മറിച്ച് അദ്ദേഹത്തിൻ്റെ കയ്യിൽ പണമുണ്ട്, അദ്ദേഹം പ്രശസ്തനാണ്, അദ്ദേഹം 12 ഭാഷകൾ ബൈബിൾ അവിടെ മീറ്റിംഗ് നടത്തുന്നു, ലോകം മുഴുവൻ പോയി പ്രസംഗിക്കുന്നു, 1,00,000-ലധികം ആളുകളെ സ്നാനപ്പെടുത്തിയിരിക്കുന്നു. അദ്ദേഹം നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ വലിയൊരു വ്യക്തിയാണ്. ഇന്ന് ഇന്ത്യയിൽ തന്നെ ഏറ്റവും പ്രശസ്തനായ വ്യക്തികളിൽ ഒരാളാണ് അദ്ദേഹം.
ഇന്ത്യയിലെ 10 പേരുടെ ലിസ്റ്റ് എടുത്താൽ അതിൽ 10-ൽ ഒരാളാണ് പുള്ളിക്കാരൻ. അപ്പോൾ ഇങ്ങനെ വളരെ നാളുകളായി പരിശ്രമിച്ച് സുവിശേഷ വേലയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച് ഇത്രയും ലക്ഷക്കണക്കിന് ആളുകളെ കൊണ്ടുവന്ന ഒരു പാസ്റ്ററോട് സ്വാഭാവികമായിട്ട് 4-3-7 വിശ്വാസിയുള്ള ഒരു പെന്തക്കോസുകാരൻ പാസ്റ്റർക്ക് സ്വാഭാവികമായിട്ട് അസൂയ ഉണ്ടാകും. അതൊരു മാനുഷികമായി നമ്മൾ ചിന്തിക്കുമ്പോൾ അതങ്ങനെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇദ്ദേഹത്തോടുള്ള അസൂയ കൊണ്ടാണ് പറഞ്ഞത്. രണ്ടാമത്തെ കാര്യം, ഇദ്ദേഹത്തെ വിമർശിച്ചവരാരാണെന്ന് നോക്കണം. അത് ഒന്ന് ഷമീർ കൊല്ലം, മറ്റൊന്ന് പ്രിൻസ് നിലമ്പൂര്, അല്ലെങ്കിൽ മറ്റൊന്ന് വേറെ. ഇവരുടെ സഭയിൽ എത്ര പേരുണ്ട്? അതായത് ഈ ഷമീർ കൊല്ലം എന്ന് പറഞ്ഞാൽ IPCയുടെ അല്ലെ ഏതെങ്കിലും സഭയുടെ ഒരു ഓതറൈസ്ഡ് പാസ്റ്റർ അല്ല, സഭയില്ല. ഇദ്ദേഹം പാസ്റ്റർ എന്ന് എഴുതി വെച്ചുകൊണ്ട് നടക്കുന്ന ഒരു സ്വതന്ത്ര പാസ്റ്ററാണ്. അപ്പോൾ ചോദിക്കും, സ്വതന്ത്ര പാസ്റ്റർ ആവാം. ഷമീർ കൊല്ലത്തിന് സഭയില്ല. IPC സഭയിൽ നിന്ന് ലെറ്റർ ഹെഡിൽ ഞാൻ വായിച്ചതാണ്, ഇദ്ദേഹം ഞങ്ങളുടെ ഭാഗമല്ല, IPCയിലെ ശുശ്രൂഷകനല്ല, IPCയിലെ ഓതറൈസ്ഡ് പാസ്റ്റർ അല്ല. ഇനി അടുത്ത പ്രിൻസ് നിലമ്പൂരിനെ IPCയിൽ നിന്ന് പുറത്താക്കിയതാണ്. ഇപ്പം ഈ 2 വ്യക്തികളല്ലേ വിമർശിച്ചത്? പ്രധാനപ്പെട്ട ആളുകളാരും ആദ്യം വിമർശിച്ചാണ്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആരാണ് വിമർശിച്ചത്, അവൻ എന്തു യോഗ്യതയുണ്ട്? അടിസ്ഥാനപരമായി ഒരു സഭ പോലുമില്ലാത്ത 2 പാസ്റ്റർമാരാണ് അദ്ദേഹത്തെ വിമർശിച്ചത്. അപ്പോൾ ഉത്തരം ക്ലിയർ അല്ലേ? ഒന്ന്, അപ്പോൾ ഈ സ്വന്തമായി സഭയില്ലാത്തത് കൊണ്ട് ഇവർ പാസ്റ്റർ ആണെന്ന് എങ്ങനെ പ്രൂവ് ചെയ്യും? അതിനവർ കവലപ്രസംഗം നടത്തുന്നു. ഒന്ന്, ഞാൻ പറയുന്ന പോലെ ശ്രദ്ധിക്കണം. അതിനവർ കവലപ്രസംഗം നടത്തി ഞങ്ങൾ പാസ്റ്റർ ആണെന്ന് പ്രൂവ് ചെയ്യുകയാണ്. മനസ്സിലായോ? അപ്പോൾ അടുത്ത ചോദ്യം, അപ്പോൾ കവലപ്രസംഗം തെറ്റാണോ? തെറ്റല്ല. കാരണം ഈ കവലപ്രസംഗകരായിരുന്നവരാണ് പിന്നീട് വലിയവരായത്, ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ ഈ കവലപ്രസംഗം ഇന്നത്തെ കാലത്ത് നടത്തിയത് കൊണ്ട് റിസൾട്ട് ഒന്നും ഇല്ല എന്നാണ് MA വർഗീസ് പറയുന്നത്. അതായത് ഒരു ഉദാഹരണം പറഞ്ഞാൽ നമുക്ക് ഒരു ഇതുണ്ട്, കല്ലാറുകുട്ടി എന്ന് പറയുന്ന ഒരു സിറ്റി അല്ല, ഒരു 3-4 കടയുള്ളൂ. അവിടെ ഒരു കവലപ്രസംഗം നടത്തി 10 മണിക്ക്. അത് കഴിഞ്ഞ് ഒരാൾ പോയല്ലോ എന്ന് ചിന്തിച്ച് പിള്ളേരെ ഉറക്കാൻ കിടത്തിയേക്കുക, അല്ലെങ്കിൽ കുട്ടികൾ പഠിക്കാനിരിക്കുക. 11 മണിയാകുമ്പോൾ അടുത്ത ചർച്ചക്കോടുകാരൻ വന്നു, അവനൊരു പരസ്യം നടത്തി. അത് കഴിഞ്ഞ് ഇവൻ പോയല്ലോ എന്ന് ചിന്തിക്കുമ്പോൾ 1 മണിയായപ്പോൾ അടുത്തത് വേറൊരു സ്വതന്ത്ര സഭക്കാരൻ വന്നു, അവനൊരു പരസ്യവും നടത്തി. അത് കഴിഞ്ഞ് 3 മണിയായപ്പോൾ വേറെ സ്വതന്ത്ര സഭക്കാരൻ വന്നു, പിന്നെ ഒരു വ്യക്തി നടത്തി. പിന്നെ അതിൽ പോയി സ്കൂട്ടറെ പോയി ഒരുത്തം നടത്തി. ഇങ്ങനെ ഒരു കല്ലാറുകുട്ടി ടൗണിൽ ഒരു ദിവസം 10 പരസ്യമാണ് നടക്കുന്നത്. അപ്പോൾ ഒരു സ്ഥലത്ത് 10 പ്രസംഗമാണ്. അപ്പം ഇങ്ങനെ നടത്തിയത് കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ എന്നാണ് ചോദ്യം മുമ്പോട്ട് വരുന്നത്. മനസ്സിലായോ? ഇനി അതിനകത്ത് മറ്റൊരു ചോദ്യം ചോദിച്ചോ. ഇപ്പൊ ഈ സുവിശേഷം എന്ന് പറഞ്ഞാല് എല്ലാവരും സുവിശേഷം അറിയിക്കണമെന്നാണ് ബൈബിൾ പറയുന്നത്. അതെ, ഭൂലോകത്തിലെല്ലാം പോയി സകല സൃഷ്ടികളോട് സുവിശേഷം അറിയിക്കാനാണ്. അതെ. അപ്പം ഇപ്പൊ ഇവര് പരസ്പരം അറിയുന്നവരല്ലല്ലോ വന്ന് പ്രസംഗിക്കുന്നത്. പല സ്ഥലങ്ങളിൽ നിന്നും സുവിശേഷം അറിയിക്കാനുള്ള വലിയ ഒരു ഉത്തേജനം അല്ലെങ്കിൽ ഒരു ആത്മപ്രേരണയോടുകൂടി അവരോരോ സ്ഥലങ്ങളിലും ഉള്ളവർ വന്ന് സുവിശേഷം അറിയിക്കുകയാണ്. അപ്പോൾ അതിൽ 4 ടീമോ വന്നോ 5 ടീമോ വന്നോ ഒന്നും പരസ്യമായിട്ട് അവരറിയുന്നില്ല. പക്ഷെ അതുകൊണ്ട് നമുക്ക് ഇവരെല്ലാം കുറ്റപ്പെടുത്താൻ പറ്റുമോ? അവർക്ക് ലഭിച്ചിരിക്കുന്ന ഒരു വിളി അല്ല, അവരുടെ ദർശനം അനുസരിച്ചല്ലേ അവർ വന്ന് ഈ പ്രസംഗിക്കുന്നത്. പറയാം, ഇത് ഒരു ദർശനത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല, ഇത് ഒരു നേരം പോക്ക് മാത്രമേ ഉള്ളൂ. ഇവർ ഈ പ്രസംഗം നടത്തിയിട്ട് ഫേസ്ബുക്കിലിടും, യൂട്യൂബിലിടും. ഇത് പല ആളുകളും കാണും, ചില ഡൊണേഷനുകളൊക്കെ അയച്ചു കൊടുക്കും. അതുകൊണ്ട് കുടുംബജീവിതം മുമ്പോട്ട് പോകും. പ്രധാനമായിട്ട് നല്ലൊരു ശതമാനം ആളുകൾ ഒരു പണിയും ചെയ്യാത്തവരാണ്. അപ്പോൾ ഒരു പണിയും ചെയ്യാതെ അവരൊരു മൈക്കും കാര്യങ്ങൾ സംഘടിപ്പിച്ച് റോഡിലേക്ക് ഇറങ്ങി. നല്ലൊരു ശതമാനമാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഞാൻ ഈ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞാൽ, നമ്മൾ എന്ത് നടത്തിയാലും അതിനൊരു റിസൾട്ട് വേണം. കേരളത്തിലുള്ള ജനസംഖ്യ നമ്മളെടുത്ത് പരിശോധിക്കുമ്പോൾ ഈ കേരളത്തിൽ ഓരോ ദിവസം പെന്തക്കോസ്തുകാർ വളരുന്നു, അവർ ലഹരിക്കെതിരെ പ്രവർത്തിക്കുന്നു, ബോധവൽക്കരണം നടത്തുന്നു എന്ന് പറയുമ്പോഴും കേരളമാണ് ലഹരിയിൽ 1ാം നമ്പറിൽ നിൽക്കുന്നത്. ഇന്നും ഏതാണ്ട് 100-ലധികം പാക്കറ്റ് കഞ്ചാവാണ് പിടിച്ചിരിക്കുന്നത്. ഇന്നത്തെ വാർത്തയാണ്. അപ്പോൾ കഞ്ചാവ്, MDMA എല്ലാം കുത്തൊഴുകിക്കൊണ്ട്. ഇനി പോട്ടെ, പാസ്റ്റർമാരുടെ മക്കള് MDMAയും കഞ്ചാവും വലിക്കുന്നവർ പലരുമുണ്ട്. തെളിവുകളുണ്ടോ? തെളിവുകൾ ഇപ്പം ഇതിൻ്റെ അകത്ത് പറഞ്ഞ് നാളെ ഒരു അധികാരി ഒന്നും ചോദിക്കില്ല, ആ തെളിവ് തരാൻ പറയില്ലേ? പക്ഷേ എനിക്കറിയാം പലരുമുണ്ട്. അപ്പോൾ
ഞാൻ ഈ പറഞ്ഞു വന്നത് ഈ പാസ്റ്റർമാരുടെ മക്കളും സാധാരണക്കാരാണല്ലോ. അതെ, അപ്പോൾ സാറ് കേട്ടെ, അപ്പോൾ ഇങ്ങനെ പരസ്യങ്ങൾ ഇങ്ങനെ റോട്ടിൽ ഇങ്ങനെ നടത്തിയത് കൊണ്ട് ഒരു റിസൾട്ടും ഇല്ല. അപ്പോൾ ആ റിസൾട്ട് ഇല്ലാത്തത് കൊണ്ട് ഇതെല്ലാം ബാൻ ചെയ്യേണ്ടതാണ്. ഒരു പബ്ലിക് ന്യൂസൻസ് ആണിത്. എന്താ കാരണം? ഇപ്പോൾ അമേരിക്കയിൽ ഒരു ആൾ റോട്ടിൽ കൂടെ ഫോൺ വിളിച്ചുകൊണ്ട് പോകാൻ പറ്റത്തില്ല, ഒച്ചയിൽ. അതവിടെ നിരോധിച്ചിരിക്കുകയാണ്. അവിടെ ബാങ്ക് വിളിയില്ല. ഇതോടുകൂടി ഈ ബാങ്ക് വിളി നിർത്തണം, അമ്പലത്തിലുള്ള ഈ കോലാഹലങ്ങൾ നിർത്തണം. മനസ്സിലായോ? അതായത് വികസിത രാജ്യങ്ങളിലൊന്നും ഈ സംഭവം ഇല്ല. അതായത് വികസിത രാജ്യങ്ങളിൽ ഏതെങ്കിലും രാജ്യത്തിൽ ബാങ്ക് വിളി ഉണ്ടോ? സാറ് പഠിച്ചിട്ട് ചോദിച്ചിട്ട് പറഞ്ഞാൽ മതി. ഇല്ല. അതുപോലെ ഉറക്കെ സംസാരിക്കാൻ പാടില്ല, ഉറക്കെ ഫോൺ വിളിക്കാൻ പാടില്ല. മനസ്സിലായോ? അപ്പം ഈ വികസിത രാജ്യങ്ങളിൽ ഇതൊന്നുമില്ല. ഈ അവികസിത രാജ്യങ്ങളിൽ അൺഡെവലപ്ഡ് കൺട്രി അല്ലെങ്കിൽ ഡെവലപ്പിംഗ് കൺട്രി, നമ്മുടെ രാജ്യം ഒരു ഡെവലപ്പിംഗ് കൺട്രിയാണ്. ഇത് ഒരു പബ്ലിക് ന്യൂസൻസ് ആയി മാറുകയാണ്. സാറേ, ഈ ശബ്ദമലിനീകരണം, ഈ പരസ്യങ്ങൾ കൊണ്ട് നടക്കുന്നത് ശബ്ദമലിനീകരണമാണ് ഒന്ന്. അത് ബാങ്ക് വിളി നിരോധിക്കണം, അമ്പലത്തിൽ നിന്നുള്ള ശബ്ദം നിരോധിക്കണം, അതുപോലെ ഈ കവലപ്രസംഗം നിരോധിക്കണം. നമ്മുടെ പെന്തക്കോസുകാരുടെ മാത്രമല്ല, എല്ലാ മതങ്ങളുടെയും പബ്ലിക് ന്യൂസൻസ് നിരോധിക്കണം. പക്ഷെ നമ്മുടെ പാസ്റ്റർമാർ ചെറിയ മൈക്കുകളല്ലേ ഉപയോഗിക്കുന്നത്? ഒരു ചെറിയ മൈക്ക് എന്ന് പറഞ്ഞ ഒരു കോളാമ്പി, അഹൂജയുടെ ഒരു കോളാമ്പി എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് 1 കിലോമീറ്റർ അപ്പുറം വരെ കേൾക്കാം. അത് ശബ്ദമലിനീകരണമാണോ? ഭയങ്കര ശബ്ദമാണ്. അല്ലല്ലോ, ചെറിയ വാട്സുള്ള ഇതല്ലേ ഉപയോഗിക്കുന്നത്? അല്ലല്ല സാറ് അല്ലേ നോക്കിക്കോ, ഓരോ സ്ഥലങ്ങളിൽ ചെന്നിട്ട് ഇവർ ലഹരിക്കെതിരെ ഉള്ള പ്രസംഗമാണെന്നും പറഞ്ഞുകൊണ്ടാണ് ഇവർ ലൈസൻസ് എടുക്കുന്നത്. ലഹരി, ഇവർ ലഹരിക്ക് എതിരെയുള്ള പ്രയോഗമല്ല നടത്തുന്നത്. ഇവരെന്ത് ചെയ്യുക, അവിടെ നിന്ന് സുവിശേഷമാണ് പ്രസംഗിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, പാസ്റ്റർ M.A. വർഗീസ് പറഞ്ഞത് ഇത്രയേ ഉള്ളൂ, ഇതും കൊണ്ട് ഒരു റിസൾട്ട് ഇല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. കാരണം കാലഘട്ടത്തിനനുസരിച്ച് സമൂഹം മാറിക്കൊണ്ടിരിക്കുക. അപ്പോൾ ചോദിക്കും, പണ്ടത്തെ ഉപദേശിമാരുടെ റോട്ടിൽ നിന്ന് പ്രസംഗിച്ചില്ലേ എന്ന് ചോദിച്ചാൽ, ഇത് ആ കാലഘട്ടമല്ല ഇന്ന് എല്ലാ സ്ഥലങ്ങളിലും സ്കൂളുകൾ, കോളേജുകൾ ഉണ്ട്. പല പബ്ലിക് സ്ഥലങ്ങളിൽ നിന്ന് പ്രസംഗിച്ച് കഴിഞ്ഞാൽ പല കാര്യങ്ങൾ അത് പ്രതിസന്ധികളുണ്ട്. ഇന്ന് സുവിശേഷം അറിയിക്കാൻ ഒരുപാട് മീഡിയകളുണ്ട്. ഇപ്പം യൂട്യൂബ് സുവിശേഷം അറിയിക്കാൻ നല്ലൊരു മാധ്യമമാണ്. ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാമ്, ഇതെല്ലാം ഉപയോഗിച്ച് നമുക്ക് സുവിശേഷ വേല ചെയ്യാം, ഇല്ലേ? ഇപ്പോൾ നോർത്ത് ഇന്ത്യയിൽ ഒരു സഹോദരിയോട് ഒരു പത്രക്കാരൻ ചോദിച്ചു, നിങ്ങൾ ക്രിസ്ത്യാനിയാണോ? പുള്ളിക്കാർ പറഞ്ഞു അതെ. എങ്ങനെ ക്രിസ്ത്യാനിയായി? ഞാൻ യൂട്യൂബിലൂടെ കേട്ടു യേശു സൗഖ്യമാക്കുന്നു, ഞാൻ പ്രാർത്ഥിച്ചു, എനിക്ക് സൗഖ്യം കിട്ടി. അപ്പോൾ ഏറ്റവും അധികം സുവിശേഷവൽക്കരണം നടക്കുന്നത് യൂട്യൂബിലൂടെയാണ്. അപ്പോൾ ഇത്രയും നല്ല മാധ്യമങ്ങൾ ഇതിൻ്റെ അകത്ത് ഉണ്ടായിട്ട് ഈ മനുഷ്യനെ ചുറ്റിക്കാനായിട്ട് ഈ റോട്ടിലിരുന്ന് നട്ടുച്ച സമയത്തൊക്കെ ആരെങ്കിലും വിശ്രമിക്കുന്ന സമയമായിരിക്കും, കൊച്ചു പിള്ളേർ കിടന്നുറങ്ങുന്ന സമയമായിരിക്കും. നോർത്ത് ഇന്ത്യയിൽ പല ഗ്രാമങ്ങളോട് ചെന്ന് കഴിഞ്ഞാൽ സ്കൂൾ വണ്ടി ഓടിച്ച് പോയാൽ ഓൺ അടിക്കാൻ പറ്റത്തില്ല. കാരണം അവിടെ കുട്ടികൾ കിടന്നുറങ്ങും. എനിക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റി. ഒരു സ്ഥലത്ത് നിന്ന് ഓൺ അടിച്ചപ്പോൾ വീട്ടുകാരൻ വന്ന് തെറി പറഞ്ഞു, നിനക്ക് കണ്ണ് കാണത്തില്ല, ഇവിടെ കുട്ടികൾ കിടന്നുറങ്ങുക. ആ സ്ഥാനത്താണ് കുട്ടികൾ കിടന്നുറങ്ങുന്ന സമയത്താണ് ഇവർ ഇന്ന് കപ്പക്കാലായാലും അതുപോലെ റബ്ബർ തോട്ടത്തിൻ്റെ നടുക്ക് ഇന്ന് കത്തിച്ച് വിടുമ്പോൾ അതിൻ്റെ അകത്ത് ചിലപ്പോൾ 1 or 2 വീട് കാണും, അവിടെ കുട്ടികൾ കിടന്നുറങ്ങുന്നുണ്ടാവും. ഇതെല്ലാം ഉണ്ട്. പക്ഷെ അതുകൊണ്ട് ഈ അങ്ങനെയൊക്കെ ആണെങ്കിലും ഇങ്ങനെ സുവിശേഷം അറിയിക്കുന്നത് കൊണ്ട് മനസ്സ് തകർന്നിരിക്കുന്ന, ആത്മഹത്യന് വക്കി നിൽക്കുന്ന, കടഭാരത്തിൽ നിൽക്കുന്ന സാറേ, ഇതൊക്കെ നമ്മൾ ഒരു ന്യായം പറയുന്നു മാത്രം. ഞാൻ ചോദിച്ചോട്ടെ, ചോദ്യം പൂർത്തിയാക്കാൻ അനുവദിക്കും. അങ്ങനെ പല ബുദ്ധിമുട്ടും. ഇപ്പം നമ്മൾ ഈ പ്രസംഗിക്കുന്ന പ്രസംഗങ്ങൾ ഇന്ന് തന്നെ റിസൾട്ട് ഉണ്ടാവണമെന്നില്ല. ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ ഇന്ന് വെക്കുന്ന ഒരു മാവ് ചില 10 വർഷം കഴിഞ്ഞായിരിക്കും മാങ്ങ ഉണ്ടാകുന്നത്. ഞാൻ ചോദിച്ചതിന് ശേഷം ഉത്തരം പറയാം ദയവേത്. അപ്പം ഈ സുവിശേഷം അറിയിക്കുക എന്ന് പറയുമ്പോൾ അത് ബൈബിളിൽ പറയുന്നത് വിത്ത് വിതയ്ക്കുക എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു വിത്ത് വിതച്ചു കഴിഞ്ഞാൽ ആ വിത്ത് ഒരു ദിവസം കഴിഞ്ഞോ 2 ദിവസം കഴിഞ്ഞോ അതിന്റെ ഫലം ഉണ്ടാകത്തില്ല. മാസങ്ങൾ കഴിഞ്ഞാണ് കൊയ്ത്ത് നടക്കുന്നത്. എന്ന് പറഞ്ഞ പോലെ തന്നെ സുവിശേഷം ഇന്ന് അവർ അറിയിക്കുന്നത് അപ്പോൾ തന്നെ ഓൺ ദ സ്പോട്ടിൽ ഒരു വ്യക്തി രക്ഷിക്കപ്പെട്ട് വരാൻ വേണ്ടിയല്ല. ഇന്ന് കാണുന്ന പല സഭകളിൽ വരുന്ന വിശ്വാസികൾ അല്ലെങ്കിൽ നമ്മൾ ആത്മാക്കൾ എന്ന് പറയുന്നവര് ഇന്നലെ സുവിശേഷം കേട്ടിട്ട് ഇന്ന് സഭകളിലേക്ക് വരുന്നവരല്ല. ഒരുപക്ഷെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു സുവിശേഷം കേട്ടിരിക്കാം. അപ്പൊ അതുകൊണ്ട് ക്രിസ്ത്യാനിറ്റിയുടെ വളർച്ചയ്ക്ക് വേണ്ടി, സഭകളുടെ നിലനിൽപ്പിന് വേണ്ടി പാപികൾ മാനസാന്തരപ്പെടുന്നതിന്റെ ആവശ്യകത എന്ന് പറയുമ്പോൾ ദൈനംദിനം തുടർച്ചയായിട്ട് സുവിശേഷം പ്രഘോഷിക്കപ്പെടണ്ടേ? അതല്ലേ ബൈബിൾ പഠിപ്പിക്കുന്നത്. അതിനോട് എന്താണ് അഭിപ്രായം? സാറ് എൻ്റെ വീട് എവിടെയാ? എൻ്റെ വീട് പിന്നെ കോട്ടയം ജില്ലയിൽ മുണ്ടക്കയം എന്ന സ്ഥലത്താണ്. മുണ്ടക്കയത്ത് സാറിൻ്റെ ആ ഗ്രാമത്തില് രാവിലെ ഒരു 10 മുസ്ലിങ്ങൾ വന്നു,
അവിടെ ഒന്ന് ചെണ്ടയും കൊട്ടി പാടി അവരുടെ അള്ളാഹു അക്ബറിനെ കുറിച്ച് പറയുകയാണ്. അത് കഴിഞ്ഞ് 10 മണി കഴിഞ്ഞ് 12 മണിയായപ്പം കുറേ ഹിന്ദുക്കൾ വന്ന് അവിടെ വന്ന് ഹരേ രാമ ഹരേ കൃഷ്ണ ഡുണ്ടു 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 ഡുണ്ടെന്നും പറഞ്ഞു തുടങ്ങാം. 24 മണിക്കൂറാണ്, അതല്ലെങ്കിൽ 12 മണിക്കൂർ. അത് കണ്ട് അത് കഴിഞ്ഞ് ഒരു മണിക്കൂറിന് വീണ്ടും വന്നു, മുസ്ലിങ്ങൾ വന്നു, അള്ളാഹു അക്ബറിനെ കുറിച്ച് പറഞ്ഞു. ഇങ്ങനെ നിരന്തരം സാറിൻ്റെ വീട്ടിലേക്കോ അല്ലെങ്കിൽ സാറിൻ്റെ അയലോക്കക്കാരുടെ വീട്ടിലേക്കോ ചേർന്ന് ഇങ്ങനെ പ്രസംഗം തുടങ്ങിയാൽ സാർ എന്ത് പറയും? തീർച്ചയായിട്ടും ഞാൻ ഇതിനെ പ്രതിഷേധിക്കും. അത്രേ ഉള്ളൂ ഈ കവല പ്രസംഗം. അപ്പോൾ ഒറ്റ വാക്കിൽ ഉത്തരം കിട്ടിയില്ലേ? നമ്മൾ ഇത്ര വളച്ചു കെട്ടി പറയേണ്ട ആവശ്യമില്ല. ഈ കവല പ്രസംഗം ഒരു പബ്ലിക് ന്യൂസൻസ് ആയി മാറുകയാണ്. എന്നോർന്ന കവല പ്രസംഗം പ്രസംഗിക്കരുത് ഞാൻ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞ അധികമായാൽ അമൃതും വിഷം. ഒരു സ്ഥലത്ത് ഒരു ദിവസം ഒരെണ്ണേ നടത്താവുള്ളൂ. ഇത്രയും ഞാൻ പറഞ്ഞുള്ളൂ. ഇപ്പോൾ ഇരുമ്പുപാലം ടൗണിൽ നിങ്ങൾ നടത്തുക, അത് ഒരു ദിവസം ഒരെണ്ണം നടത്തുക, ഒരു ദിവസം 10 നടത്തി അങ്ങനെ ഇരിക്കും. അപ്പോൾ ഇതിൻ്റെ അകത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവർ ടീമായിട്ടല്ല പ്രവർത്തിക്കുന്നത്. ഇവർ ഭാര്യയും ഭർത്താവും 2 പിള്ളേരും ഒരു മൈക്ക് സെറ്റുമായിട്ട് പോയി അവിടെ നിന്ന് പ്രസംഗിക്കും. ഇത് ഒരു ബെസ്റ്റ് ഉപജീവന മാർഗമായിട്ട് ഇവർ കണ്ടിരിക്കുകയാണ്. ഇതാണ് ഇതിൻ്റെ അകത്തെ കാര്യമല്ല. ഞാൻ MA വർഗീസ് മാസ്റ്റർ ഈ കവലപ്രസംഗം നടത്തുന്നത് തെറ്റാണെന്നും അല്ല പറഞ്ഞത്, ഞാനും അതല്ല പറയുന്നത്. പക്ഷേ അധികമായാൽ അമൃതും വിഷമാണ്. ഇന്ന് ഇത് മാത്രമേ ഉള്ളൂ. സോഷ്യൽ മീഡിയ തുറന്നാൽ ഇത് മാത്രമേ കാണാനുള്ളൂ. അത് കപ്പക്കാലായാലും റബ്ബർ തോട്ടത്തിലും അവിടെ ഇവിടെ എല്ലാം നിന്ന് അങ്ങ് കത്തിച്ചു വിടുകയാണ്. എന്നാൽ ഇവരുടെ വീടിൻ്റെ പരിസരത്ത് പോയി ഇവരെക്കുറിച്ച് അന്വേഷിച്ചാൽ യാതൊരു വിധമായ ഒരു അയലോക്കാർക്ക് അഭിപ്രായമുള്ള ആളല്ല. അതിനൊരു ഉദാഹരണം, പെന്തക്കോസ്ത സഭയിലെ ഒരു വലിയ പാസ്റ്റർ, പേര് പറയുന്നില്ല, KL ആരംഭിക്കുന്നത്. KL ആരംഭിക്കുന്ന ഒരു പെന്തക്കോസ്ത പാസ്റ്റർ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ ഒരു വീഡിയോ പ്രചരിച്ചു. അത് ഞാനും എടുത്ത് ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ട്. അതായത് നൈറ്റി അങ്ങ് പൊക്കി കുത്തിയിട്ട് ഒരുത്തനെ തല്ലാൻ ചെല്ലുന്ന ഒരു സീനാണ്. അപ്പോൾ അദ്ദേഹം ഒരു വലിയ പാസ്റ്ററാണ്. ആ പുള്ളിയുടെ വീടിൻ്റെ പരിസരത്ത് ചെന്ന് ചോദിക്കുകയാണ്, ഈ പാസ്റ്റർ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ ഇവനെപ്പോലെ ഒരു ഭൂലോക കള്ളനും ഒരു കൊള്ളക്കാരനും ഇദ്ദേഹത്തിൻ്റെ ഭാര്യയെപ്പോലെ വഴക്കുണ്ടാക്കുന്ന ആളും വേറെ ഇല്ല എന്ന് നാട്ടുകാർ പറയും. അപ്പോൾ മാതൃകയില്ലാതെ ജീവിച്ചിട്ട് ഏതെങ്കിലും ഒരു കവലയിൽ പോയി നിന്ന് തൊണ്ട പൊട്ടിച്ച് കിടന്ന് അലറിയിട്ട് വല്ല കാര്യം ഉണ്ടോ എന്നായി ചോദിക്കുന്നേ. സാർ, അതിനെക്കുറിച്ച് എനിക്കൊരു അഭിപ്രായം പറയാറുണ്ട്. അതായത് ഇപ്പം ഈ കർത്താവ് യേശുക്രിസ്തു പറഞ്ഞിട്ടുണ്ട്, പ്രവാചകൻ സ്വന്തം നാട്ടിൽ വിലയില്ലാത്തവനാണെന്ന് പറഞ്ഞിട്ടുണ്ട്, മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്നെക്കുറിച്ച് എൻ്റെ നാട്ടിൽ വന്ന് അന്വേഷിച്ചാലും ഞാൻ ചെയ്ത നല്ല കാര്യങ്ങളൊന്നും ഒരുപക്ഷെ ആരും പറയാറില്ല. ഇനിയും മോശകാര്യങ്ങൾ മാത്രം, അവനിങ്ങനെയുള്ളവനാണ് ഇങ്ങനെ, അത് പൊതുവേ ജനങ്ങളുടെ ഒരു, ഇപ്പം നാടെന്ന് പറയുമ്പോൾ നമ്മുടെ നമ്മുടെ നാട്ടിൽ ഇപ്പം ഞാൻ താമസിക്കുന്ന എൻ്റെ സ്വന്തം നാട്ടിൽ ഗ്രാമത്തിൽ ഒരു 1000 വീടുകളുണ്ടെന്നിരിക്കുക. ഞങ്ങൾ താമസിക്കുന്നത് 1000 കുടുംബങ്ങളുണ്ട് ആ ഏരിയയിൽ. അപ്പോൾ ആ 1000 കുടുംബങ്ങളുടെ ഇടയ്ക്ക് എന്നെക്കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ മോശമായിട്ടുള്ള അഭിപ്രായമേ പറയുള്ളൂ. അപ്പോൾ അവൻ നല്ലവനാണെന്ന് ആരും പറയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ മോശകാര്യങ്ങൾ മാത്രമേ എൻ്റെ നാട്ടിൽ ചെയ്തിട്ടുള്ളൂ ഒന്നും അർത്ഥമില്ല. പക്ഷേ പൊതുജനത്തെ സംബന്ധിച്ചുള്ള അവരുടെ ഒരു സ്വഭാവം, അപ്പോൾ അതേസമയം തന്നെ ഞാനിപ്പോൾ പറയുന്നത് എന്നെക്കുറിച്ച് മോശമായിട്ട് പറയുന്നല്ലോ, എൻ്റെ നാട്ടിലുള്ള വേറൊരു ചെറുപ്പക്കാരൻ വന്ന് പറഞ്ഞാലും ബാക്കി ആൾക്കാർ ഇങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ എല്ലാവരും പരസ്പരം ഇങ്ങനെ പഴിചാരിക്കൊണ്ടിരിക്കുന്ന ഒരു സമൂഹമാണ് അപ്പോൾ നമുക്കുള്ളത്. അതുകൊണ്ട് ഒരു പാസ്റ്ററെ കുറിച്ച് നല്ല കാര്യങ്ങൾ പറയണമെന്ന് ഒരു കാരണവശാലും നിർബന്ധമില്ല. അല്ല, അതിൻ്റെ അകത്ത് മനോജ് സാറിനെ ഒരു തെറ്റുപറ്റിയെന്നാണ് എൻ്റെ അഭിപ്രായം. ഞങ്ങളുടെ നാട്ടിൽ ഒരു സഹോദരനുണ്ട്, പുള്ളിയുടെ പേര് ഞാൻ മറന്നുപോയി, വളരെ വർഷമാണ്. പുള്ളിനെ എല്ലാവരും കരടി എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. കാരണം കരടിയെപ്പോലെ ഒരു അജാനുബാഹുവായിരുന്നത്, ഈ ആരെയും തല്ലും, അത്രയ്ക്ക് വലിയൊരു ഗുണ്ടായിരുന്നു. ഒരിക്കൽ നമ്മുടെ ഒരു പാസ്റ്ററൊക്കെ ചെന്ന് അദ്ദേഹത്തെ വീട്ടിൽ ചെന്ന് കണ്ടു, സുവിശേഷമൊക്കെ പറഞ്ഞു. അദ്ദേഹം എങ്ങനെയോ മാനസാന്തരപ്പെട്ടു. ഈ മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ട് പുള്ളി ഇങ്ങനെ ആരാധനയ്ക്ക് പോകാനായിട്ട് വെള്ളമുണ്ടും ഷർട്ടും ഒക്കെ ഇട്ടിട്ട് വന്നിരുന്നപ്പം പുള്ളിയുടെ പഴയ വൈരാഗികൾ വന്ന് പുള്ളിനെ അങ്ങ് തല്ലി. ഈ പുള്ളിയുടെ ഒരു ഞെക്കിനേ ഉള്ളൂ തല്ലിയവന്മാർ, 2-3 പേരുണ്ടായിരുന്നു. പുള്ളി ഒറ്റ പിഴി പിടിച്ചാൽ അവന്മാർ തീർന്നു. ഈ പുള്ളി ആ തല്ലെല്ലാം കൊണ്ടു. അത് കഴിഞ്ഞ് തല്ലെല്ലാം കിട്ടി പുള്ളി ഇങ്ങനെ ഇരിക്കുമ്പോൾ അവിടുത്തെ ഒരു ചായക്കടക്കാരൻ കൊണ്ടൊരു ചായ കൊടുത്തിട്ട് പറഞ്ഞു, നീയാണ് യഥാർത്ഥമായി മാനസാന്തരപ്പെട്ടവൻ, നീ ഒരു പെന്തക്കോസുകാരനായിട്ട് ജീവിക്കാൻ തയ്യാറായി, നീ ഇത്രയും നാളിവിടെ ജീവിച്ച നിൻ്റെ ആ ജീവിതം വളരെ മോശമായിരുന്നു, പക്ഷേ ഇന്ന് ഞങ്ങൾക്ക് മനസ്സിലായി നീ യഥാർത്ഥത്തിൽ നീ മാനസാന്തരപ്പെട്ടവനാണ്. അങ്ങനെ നാട്ടിൽ ഒരു നല്ല അഭിപ്രായം അദ്ദേഹത്ത് പറഞ്ഞു. നമ്മൾ എത്ര കള്ളനും കൊള്ളക്കാരനും മോശക്കാരനാണെങ്കിലും മാനസാന്തരപ്പെട്ടാൽ നമ്മുടെ ചിന്തകൾക്കും നമ്മുടെ അയലോക്കാരുടെ സ്വഭാവമാണ്. ഇനി മാനസാന്തരപ്പെട്ടതിന് ശേഷം
പിന്നെ അയലോക്കാരൻ അതിന് മാന്താൻ പോയി അടി ഉണ്ടാക്കാൻ പോയി അങ്ങനെ ഇരിക്കും. ഞാൻ പറഞ്ഞത് ഈ പരസ്യയോഗം നടത്തുന്ന ഓരോ വ്യക്തികളുടെയും വീടും പരിസരത്തും പോയി ഒന്ന് അന്വേഷിക്കണം, ഇവനൊക്കെ എന്തെങ്കിലും മോറലാറ്റി ഉള്ളവനാണോ എന്നോർത്തുകൊണ്ട് അതെല്ലാം തികഞ്ഞവൻ പ്രസംഗിക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്. ഈ വലിയ കാര്യങ്ങൾ പറയുമ്പോൾ ഇതൊന്നും സാറേ, ഇതൊന്നും ഒരു സുവിശേഷത്തിൽ ഒരാളെ നയിക്കാൻ പറ്റില്ല. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞാൽ, സാർ എന്നെ ഒരു ആദിവാസി കൂടി കൊണ്ടുപോയി. നമ്മൾ ആ ആദിവാസികളെ കുറിച്ച്, ട്രൈബ്സിനെ കുറിച്ച് പഠിച്ചപ്പോൾ അവർ 30 ലക്ഷം ആളുകളുണ്ട്. അവരുടെ ബേസിക് നീഡ് എന്താണ്? അവർക്ക് വിദ്യാഭ്യാസമില്ല. ഞാൻ സാറിനോട് പറഞ്ഞു, സാറേ അവിടെ ഒരു സ്കൂൾ തുടങ്ങി, അവർക്ക് സൗജന്യ വിദ്യാഭ്യാസം കൊടുക്കുക. ഈ കവലപ്രസംഗം പത്രം നിരോധിച്ചാൽ ഇങ്ങനൊരു സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ലേ? എന്നിട്ട് അവരുടെ ഭാഷയിൽ ബൈബിളില്ല, 30 ലക്ഷം ആളുകൾക്ക് ബൈബിൾ പ്രിൻ്റ് ചെയ്ത് കൊടുക്കാനുള്ള സംവിധാനം ചെയ്യാൻ പാടില്ലേ? അപ്പോൾ അവർ ബൈബിൾ വായിക്കില്ലേ? ഈ കേരളത്തിൽ കിടന്നാണ് ഈ കവലപ്രസംഗം നടത്തുന്നത്. ഉത്തർപ്രദേശിൽ വന്ന് എന്താ നടത്താത്തത്? അല്ല, കേരളത്തിലുള്ളവർക്ക് ഉത്തർപ്രദേശിൽ നടത്താൻ പറ്റുമോ? അപ്പോൾ ഉത്തർപ്രദേശിലുള്ളവർക്ക് അറിയണ്ടേ? അറിയണം. അപ്പോൾ ഉത്തർപ്രദേശിൽ എങ്ങനെ അറിയും? കേരളം എന്ന് പറയുന്ന സ്ഥലം ഈ സുവിശേഷ പ്രവർത്തകർക്ക് അനുകൂലമായൊരു മണ്ണാണ്. അവിടെ നിന്ന് കവലപ്രസംഗം നടത്തിയാൽ യാതൊരു കുഴപ്പമില്ല എന്നവർക്ക് ബോധ്യമുള്ളത് കൊണ്ട് അവരവർ പ്രസംഗിക്കുന്നത്. യു പിയിലോ ബീഹാറിലോ വന്ന് ഇവർ പ്രസംഗിക്കില്ല. ഞാൻ യു പി താമസിക്കുന്ന ആളാണ്, ഞാൻ അവിടെ യു പി പ്രസംഗിക്കുന്ന ആളാണ്, ചർച്ചുകളിൽ പ്രസംഗിക്കുന്ന ആളാണ്, സുവിശേഷം പറയുന്ന ആളാണ്. എന്തുകൊണ്ടാണ് ഇവർ വന്ന് പറയാത്തത്? അപ്പോൾ ഒഴുക്കിന് അനുകൂലമായി മലന്ന് കടന്ന് നീന്തുക എന്നുള്ളതാണ് ഇവരുടെ പരിപാടി. കമന്ന് കടന്ന് നീന്താൻ, ഒഴുക്കിനെതിരെ നീന്താൻ ഇവർക്കറിയില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, ഈ കവലപ്രസംഗങ്ങളൊക്കെ നിരോധിക്കേണ്ട കാലം അതിക്രമിച്ചു. ഇതൊരു പബ്ലിക് ന്യൂയിസൻസ് ആണ്, ഇത് നിർത്തേണ്ട കാലം അതിക്രമിച്ചു. ഇത് ഞാൻ ആദ്യം പറഞ്ഞത് കേട്ടിട്ട് മാത്രമേ ഇതിനെക്കുറിച്ച് വിമർശിക്കാവുള്ളൂ, അല്ലാതെ ഇത് മാത്രം കട്ട് ചെയ്തെടുത്തിട്ട് വർത്താനം പറയരുത്. അപ്പോൾ ഈ വിഷയത്തെക്കുറിച്ചുള്ള ഒരു ക്ലാരിറ്റി ആയില്ലേ?